അമ്മച്ചി വിളിക്കുന്ന വരുന്നത് കരയരുത്. ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ പുനലൂർ അഞ്ചൽ പോകുന്ന റൂട്ടിൽ നമുക്കൊരു ഫെസ്റ്റ് നടപ്പുണ്ട്. അപ്പം നമുക്ക് ആ ഫെസ്റ്റ് കണ്ടിട്ട് വരാം. അപ്പം എല്ലാം റെഡി ആയിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ ഓൾറെഡി ആസ് യൂഷ്വൽ ലേറ്റാണ് പോവാം. അപ്പം നമ്മൾ താണ്ടെ കാവിടെ തുള്ളി പോവാണ് ഗൈസ്. എങ്ങനെ പിക്കോ, എവിടെ പോവാ? ഷൊത്ത് എവിടെ പോവാ? എവിടെ പോവാടി? നമ്മുടെ അമ്മ മഹാറാണിയും റെഡി ആയിട്ടുണ്ട് ഇവിടെ. പോടാ പോടാ അങ്കാരി പോടാ 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 ചേട്ടാ പോടാ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ ഇറങ്ങി നമ്മൾ കുഞ്ഞാവിക്ക് ഒരു നേരിയതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ് ഞാൻ പറയാം. ഫൈനലി ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫെസ്റ്റിന്റെ അവിടെ എന്തോ ഒരു പേരായിരുന്നു കേട്ടോ പറഞ്ഞത്. പേര് നമുക്ക് പിന്നെ നോക്കാം. അപ്പം നമ്മൾ കാവിട് തുള്ളി എത്തിയത് എന്തായാലും നമ്മൾ ട്രാജഡി ആയിട്ടില്ല ഗൈസ്. നമ്മൾ സമയത്തിനെത്തിയ ആളുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പം നമ്മൾ എഴുതി നമ്മളായിരിക്കും ലാസ്റ്റ് വന്ന് ഹാപ്പി നോറ, അതാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിന്റെ പേര്. അപ്പം നമ്മൾ വന്നപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഹെഡ് വരുന്നത് 100 rupees ആണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളൊരു 1 2 3 4 5 6 പേരുണ്ടായിരുന്നു ഗൈസ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്യാമറാമാൻ ഉണ്ട് ഇന്നത്തെ ഫുൾ വ്ളോഗിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുഞ്ചും അമ്മയൊക്കെ ഗവേഷകരൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങിക്കുമോ എന്നുള്ള രീതിയിൽ. ഒന്നും നമ്മൾ ഇതുവരെ ഒരു ഫെസ്റ്റിനും പോയിട്ട് ചെടികൾ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ കുറേ ബോഗൈൻ വില്ലകളും പിന്നെ ഇതുപോലെ കുറേ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മൂട്ടിലാണ്ട് കുഞ്ഞു ചക്കയൊക്കെ കിളിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു അറബി ഒരു ഒട്ടകത്തിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കയറി കുറേ അങ്ങ് ഫോട്ടോയൊക്കെ അങ്ങ് എടുത്ത് എല്ലാവരുമായിട്ടങ്ങ്. അത് കഴിഞ്ഞിട്ട് നമ്മളായൊരു മെയിൻ സ്പോട്ട് അക്വേറിയം. കുറേ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുണ്ട്, വലിയ മീനുണ്ട്, ഒത്തിരി മീനുകൾ. പക്ഷെ നമുക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല ഗൈസ്. നമുക്കെന്നല്ല, എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോട്ടോ എടുക്കാനാണ് ഗൈസ് നിന്നത്. നമ്മൾ കുക്കിരിയുടെ ഫോട്ടോ എടുത്ത്, കൂക്കുവിൻ്റെ ഫോട്ടോ എടുത്ത്, എല്ലാവരുമായിട്ട് അങ്ങ് ഫോട്ടോയൊക്കെ എടുത്തങ്ങ് നമ്മുടെ ഗാലറിയൊക്കെ അങ്ങ് ഫുള്ളായി. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ മീനിൻ്റെ എല്ലാം പേരറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പുസ്. അവൻ എല്ലാ പേരും ഇങ്ങനെ പറഞ്ഞു അമ്മച്ചി വിളിക്കുന്ന കണ്ട. ഇതുപോലെ അപ്പോസായി മിക്ക മീനുകളുടെ പേര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഞാനിങ്ങനെ നമുക്ക് നമ്മുടെ അയല, മത്തി, ചാള, ചൂര, കേര അങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് പരിചയമുള്ളൂ. ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല. പിന്നെ ആകെ എനിക്കറിയാം ഗോൾഡ് ഫിഷ്, അത് ഇതിനകത്തുണ്ട് കേട്ടോ, ലാസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് ഗൈസ് ഞാൻ വാ തുറന്ന പാരമീൻ, അല്ലാണ്ട് ഈ മീനിനെ കണ്ട് കരിമീൻ എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അവരുടെ ആരടുത്ത് സംസാരിക്കാത്തത്. പിന്നെ എനിക്കാണ്ട് ഈ കുഞ്ഞു ഈ മീനുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മീനുകളുടെ പേര് അപ്പൂസ് എന്തോ പറഞ്ഞ് ഞാൻ മറന്നുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത ഈ ഫെസ്റ്റിവൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്ട് ഈ ഒരു മത്സ്യകന്യക ചേച്ചീനെയാണ് കേട്ടോ. ഈ ചേച്ചി
നല്ല നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അവർ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കുറേ കഴിയുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടിയിട്ട് അവർ കുറേ നേരം മേളിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പോയപ്പോഴത്തേക്കിന് ഒരു ടീം ഇങ്ങനെ വന്ന് അവരടുത്ത് ഇതുപോലെയൊക്കെ ഹൈറ്റായിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മത്സ്യകന്യൊക്കെ ചേച്ചി മേളിൽ അങ്ങ് കയറിപ്പോയി. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കുക്കരീനെ ആ മത്സ്യകന്യ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തത്. ഗൈസ് അപ്പോൾ ഫൈനലി ഞാൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടാണ് ഗൈസ് ആ ആമസോൺ കാടൊന്നുമില്ല, ചുമ്മാ വെറുതെ പറയുകയാണ് ആമസോൺ കാടെന്നൊക്കെ. വെറുതെ കുറേ പക്ഷികളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് പിന്നെ പറയാനുണ്ട് പഞ്ചവർണ്ണ തത്തയുണ്ട്, പിന്നെ 2 പാമ്പുണ്ട് ഗൈസ്. നമുക്കതിനെ ഒന്ന് കഴുത്തിയിട്ട് പ്രധാനമായിട്ടും നമ്മളല്ല, ഞാനിവിടെ പ്രധാനമായിട്ടും എൻ്റെ അമ്മയുടെ കുറച്ച് പെരുമാറുന്നു. ഞാനെല്ലാവരും ഇതുവരെ പറഞ്ഞില്ല. ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്, കരയരുത്. അപ്പൂസാണ് ആ പാമ്പിനെ കഴുത്തി വെച്ചേക്കുന്നതെങ്കിലും നമുക്കാണ് ഇവിടെ നെഞ്ചെടുപ്പ് ഗൈസ്. നമ്മുടെ സൗണ്ടാണ്, നമ്മുടെ വിളിച്ചൂക്കലാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഞാനത് മനസ്സിലാക്കിയത് ഗൈസ്, നമ്മൾ ഇവനെ വിളിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത്രയും ധൈര്യമുള്ളവരൊന്നും നമ്മുടെ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തോണ്ടിരിക്കുന്നത് ശരിയല്ല. കാരണം എൻ്റെ കുഞ്ഞാവേനെ പിടിക്കുന്നതൊക്കെയാണ് അവൻ ആ പെരുമ്പാമ്പിനെ എൻ്റെ പേര് അതിനെ പിടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ആക്ച്വലി അമ്മേനെയും കുഞ്ചുവിനെയും പിന്നെ എനിക്ക് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അമ്മേനെയും കുഞ്ചുവിനെയും മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവർ രണ്ടുപേരും സമ്മതിച്ചില്ല ഗൈസ് കയറാൻ നേരം. അതിന് പകരം വേറെ ഞങ്ങൾ ആളെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയായിരുന്നില്ല, പാമ്പിന്റെ അടുത്ത് കഴിച്ചു വെച്ചു. കുഞ്ഞിനെ പിടിച്ചത് ഇല്ല, അമ്മ എടുത്ത് കൊടുക്കാം. അമ്മ കണ്ണിലൊന്നും കൊടുത്തില്ല. കളിക്കത്തില്ല. അധികം ഈ പോസ്റ്റല്ല പേടി വിളിക്കില്ല. മാല വേണ്ട, മാല പോയി. ഇങ്ങോട്ട് വരുന്നു. ഇല്ല, കൊത്തിയതല്ല, ചൊറിഞ്ഞതാ. സാഹസികമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രസവിക്കാൻ കാരണം ഞാൻ എന്നെ നിറച്ചിട്ടില്ല. വായിരുന്നത് കോമഡി. പക്ഷെ ഞാൻ നല്ല ദേഷ്യത്തിലാണ് അമ്മയെടുത്ത്. അമ്മയുടെ തലയിൽ ഞാൻ പാമ്പിനെ വെക്കുമെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷെ ഇത് രണ്ടുപേരും സമ്മതിച്ചില്ല. ഓൾറെഡി എനിക്കൊരു തലകറക്കമുണ്ട്, ഞാൻ തലയിറങ്ങി വീഴും, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ സാഹസികമായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വയ്യ ഗൈസ്, എന്നെ നിന്ന് വിറക്കുകയാണ് ഞാനതുകൊണ്ടാണ് മുഖം തരാത്തത്. അപ്പം അതിനുശേഷം നമ്മളവിടെ പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട്, ഇതൊക്കെ സെപ്പറേറ്റാണ് കേട്ടോ പേയ്മെൻറ്റ്. പെർ ഹെഡ് 100 ഇവിടെ വരുന്നത്. അതിനൊക്കെ ശേഷം നമ്മൾ നേരെ അടുത്ത കയറുന്നത് കുറേ ഫുഡ് സ്റ്റാള്, അത് ഇത് അങ്ങനെ വലിയ ഫെസ്റ്റൊന്നുമല്ല, എന്നാലും അത്യാവശ്യം അച്ചാറുകൾ, പിന്നെ എന്തോ ചിപ്സിൻ്റെ അത്, പിന്നെ കുറേ ബുക്സ്, പിന്നെ കുറേ കമ്മലുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
പിന്നെ അതുപോലെ ഞങ്ങൾ കയറാറായപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയായിരുന്നു. അപ്പം നമ്മളെല്ലാം ഫസ്റ്റ് കണ്ട് വന്നപ്പോഴത്തേക്കിന് നല്ല ലേറ്റ് ആയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആണ് ഈ ഫുഡ് കോർട്ടാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ്. അവിടെയും ഓൾമോസ്റ്റ് എല്ലാം ഫുഡെല്ലാം തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളൊന്നും കഴിച്ചില്ല പിന്നെ അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഇറങ്ങുന്ന വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. ഇവിടെ കുറച്ച് ഇതുപോലുള്ള പിള്ളേർക്കുള്ള ഒരു 2-3 ബോട്ടിങ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറച്ച് റൈഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് കുറേ റൈഡ് ഉണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞാവ് ഇവിടെ നല്ല ഉറക്കത്തിലാണ് ഗൈസ്. നമ്മൾ വേറെ ഒന്നിലും കയറിയില്ല, കാരണം കുറേയൊക്കെ കണ്ടിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ആളില്ല, വലിയ രീതിയിൽ ആളില്ല. ഇതിനൊക്കെ ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം ആളുകൾ വേണം, ആരും ഇല്ലായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു റൈഡിൽ നമ്മൾ കയറി. അത് വേറെ 2-3 കൂട്ടർ ചെയ്ത് കണ്ടപ്പം നമുക്കും കയറണം തോന്നി ഗൈസ്. അങ്ങനെ നമ്മൾ കയറിയതാണ് കേട്ടോ. ഞാനും അച്ചുവും പിന്നെ കുഞ്ചുവും കുട്ടും കൂടാണ് കേട്ടോ കയറിയത്. അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ നിറഞ്ഞൊക്കെ ഇരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായതിന്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുഞ്ചു ഏതാണ്ട് പോയ പോലെ ഒന്നും അല്ലാണ്ട് വെള്ളം അടിച്ച് കിറിങ്ങി വരുന്ന കണക്കൊക്കെയാണ് അവൾ വന്നത്. അവൾക്കത് പറ്റിയില്ല. പക്ഷെ അവൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ കയറുന്നില്ല, എനിക്ക് ഫെസ്റ്റ് അങ്ങനെ ഹലാവുക. ഇനി നമുക്ക് ഓണം ഫെസ്റ്റിന് കാണാം. പക്ഷെ ഓണം ഫെസ്റ്റിനെക്കാളും നോക്കി ആ റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ട കഴിച്ചാൽ എല്ലാവരും പോയിട്ടുണ്ട്. നമ്മളാണ് ലാസ്റ്റ്. ആകെ 2 വണ്ടി ആ ഗ്രൗണ്ടിലുള്ളായിരുന്നു. ഫെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ മാത്രമേ ഇതിനകത്ത് ധൈര്യശാലിയായിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ കള്ളു കുടിച്ചണക്ക് സംസാരിക്കുന്നത് കുഴയുന്നതൊക്കെ നമുക്ക് തോന്നും. അത് ധൈര്യം കൂടി പോകേണ്ടാണ് ഗേസ്. അതെ, ഇത് ആരെങ്കിലും പ്രസവിച്ച് ഞാൻ 4 മാസമായുള്ളൂ. അപ്പോഴും ഞാൻ ഇങ്ങനെ ഇത്രയും ബോൾഡായിട്ട് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എൻ്റെ ആ ഒരു ധൈര്യം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വേറൊരു ദിവസം വേറൊരു ബ്ലോഗിൽ കാണുന്നവരെ